ഈശോയുടെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു തിരുപ്പിറവിയുടെ ആഘോഷം കൂടി അടുത്ത് വരുന്നു. ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കിയ കൊറോണ മഹാമാരിയുടെ ഇടയിലും പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും നല്ല ദിനങ്ങൾക്കായി ലോകം കാത്തിരിക്കുന്നു. ക്രിസ്മസ് ഒരു ആഗോള ഉത്സവമാണ്. വേറെ ഒരു ആഘോഷങ്ങൾക്കും ഈ പ്രത്യേകത കാണുവാൻ കഴിയുന്നില്ല. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു. കാരണം ക്രിസ്മസ് ലോകരക്ഷന്റെ ജനന തിരുനാളാണ്. ഔസേ പിതാവിന്റെയും മേരി മാതാവിന്റെയും പുത്രനായി ദൈവ മനുഷ്യനായി അവതരിച്ചു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞായി ഈശോ വന്നത് ലോകത്തെ സ്നേഹിക്കുവാനാണ്. ഈശോയുടെ തിരുജനനം ദൈവഹിതമായിരുന്നു. മാലാഖമാർ ആദ്യ കരോൾ ഗാനം ആലപിച്ചുകൊണ്ട് ഉണ്ണീശോയുടെ ജനനം ഇടയന്മാരോട് പ്രഖ്യാപിച്ചു. ദൂരെ നിന്ന് രാജാക്കന്മാർ ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങളുമായി എത്തി. ഈശോ ജനിച്ചത് വലിയ വീട്ടിലോ കൊട്ടാരത്തിലോ അല്ല, ഒരു പശുത്തൊഴുത്തിൽ. എന്നിട്ടും ഈശോയെ തേടി അനേകർ എത്തിയത് തന്നെ അതിശയമാണ്. ഈശോ ശിശുവായി വന്നത് ഈ ലോകത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഈശോയ്ക്ക് ജനിക്കാൻ നല്ല വീടുകളില്ലായിരുന്നു, നല്ല വസ്ത്രമില്ലായിരുന്നു, നല്ല ചുറ്റുപാടുകളില്ലായിരുന്നു. നമ്മൾ ഇന്ന് ക്രിസ്മസ് ആർഭാടപൂർവ്വം ആഘോഷിക്കുമ്പോൾ ഈശോയുടെ താഴ്മ മറന്നു പോകരുത്. ഈ ക്രിസ്മസിന് ഈശോയ്ക്ക് ജനിക്കാനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. സമ്മാനങ്ങൾ പങ്കുവെക്കുന്നതിനോടൊപ്പം അവശതയിൽ ഇരിക്കുന്നവർക്ക് ഈശോയുടെ കാരുണ്യം പങ്കുവെക്കാം. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.